ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്ന ഒരു പറ്റം ജനത ഉള്ളത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും ഈ മീറ്റിങ്ങിൽ ഇങ്ങനെ പങ്കുചേരുവാൻ എനിക്കും ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും സ്തുതിയും സ്തോത്രവും ഞാൻ അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഇൻ ഗ്രേസ് പ്രയർ ഫെലോഷിപ്പിന് ലീഡർഷിപ്പ് കൊടുക്കുന്ന പ്രിയ ബീനാൻഡിയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തരുവാൻ കർത്തൃദാസിയെയും ദൈവം ഇടയാക്കിയല്ലോ. സ്തോത്രം. ഈ കൂട്ടായ്മയിൽ പങ്കുചേരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശേഷാൽ ഇടയ്ക്ക് ആരോ പ്രാർത്ഥനാ വാചകങ്ങൾക്കിടയിൽ പറഞ്ഞതുപോലെ അനേകർ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാലത്തെ ഉണർന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ദൈവം കൊടുത്തിരിക്കുന്ന ഒരു ദർശനം, അത് വളരെ അനുഗ്രഹമാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രത്യേകിച്ചും ഈ പ്രഭാതത്തിൽ ഉണർന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ നാം മറ്റുള്ളവരെ പോലെ കിടന്നുറങ്ങാതെ ആ ഉറക്കം വിടിഞ്ഞ് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളും തലമുറകളെയൊക്കെ ദൈവം അനുഗ്രഹിച്ച് മാനിക്കുന്ന നാളുകൾ അതിവിദൂരമല്ല കേട്ടോ. സ്തോത്രം. അവന്റെ സന്നിധിയിൽ ആരും നാം ഒരിക്കലും അവൻ ഒരു കാലത്തും നമുക്ക് കടക്കാരനായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം ഒരിക്കലും നമുക്ക് കടക്കാരനാകയില്ല, ഒരിക്കലും കടക്കാരനാകില്ല. നിങ്ങൾ എന്ത് വേണമെങ്കിലും കൊടുത്തു നോക്കൂ, നിങ്ങൾ കൊടുത്തതിന് ഒരിക്കലും ഞാൻ ഇത്രയും നിനക്ക് തന്നല്ലോ എന്ന് ദൈവത്തിന്റെ മുമ്പിൽ പറയാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താലും അതിന് 100 മടങ്ങ് ദൈവം ചെയ്തിരിക്കും. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ ഈ കാലങ്ങളിൽ ഇങ്ങനെ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചും ആദിച്ചും ദൈവത്തെ മഹത്വീകരിച്ചും ഒക്കെ ഇരിക്കുമ്പോൾ ഇതിന്റെ എല്ലാം അനുഗ്രഹങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും തലമുറകൾക്കും ദൈവം നൽകുന്നുണ്ട്. സ്തോത്രം. മഴയ്ക്ക് വേണ്ടി ഒരു കർഷകൻ കാത്തിരിക്കും. വിത്ത് വിതച്ചിട്ട് അതിൻ്റെ ആ കൃഷിഫലം നേടുവാൻ വേണ്ടി വിളവൊരുക്കി മനോഹരമായ രീതികളിൽ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിട്ട് മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കും. മഴ പെയ്യിക്കാൻ കൃഷിക്കാരന് കഴിയത്തില്ല, എന്നാൽ വിത്ത് പാകാനും നിലമൊരുക്കാനും മാത്രമേ കൃഷിക്കാരന് കഴിയത്തുള്ളൂ. സ്തോത്രം. ഞാൻ ഒന്ന് പ്രാരംഭത്തിൽ വിളിച്ചു പറയട്ടെ, നിങ്ങൾ ഒരു കൃഷിക്കാരനാണോ? നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, നിങ്ങളുടെ ഭവനത്തിന് വേണ്ടി, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഹൃദയമെന്ന നിലം ഒരുക്കി ആ വിത്തുകൾ പാകി വെച്ചിരിക്കുകയാണോ? എന്നാൽ നിശ്ചയമായും ദൈവം ആകാശത്തിൽ നിന്ന് ഇതാ മഴ പെയ്തിറങ്ങുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിങ്ങളിലേക്ക്, ആ നിലങ്ങളിലേക്ക് പെയ്തിറങ്ങുമ്പോൾ ആ വിത്തുകളൊക്കെയും നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടിരിക്കുന്ന വിത്തുകളുണ്ടല്ലോ, നിങ്ങളുടെ പ്രാർത്ഥനയുടെ വിത്തുകളുണ്ടല്ലോ, നിങ്ങൾ പ്രാർത്ഥിച്ച നിലത്തിലേക്ക് വിതച്ചിരിക്കുന്ന ആ വിത്തുകളുണ്ടല്ലോ, അത് ഓരോന്നോരോന്നിട്ട് പൊട്ടിക്കിളർക്കും. അത് പൊട്ടിക്കിളർക്കുന്ന എപ്പോഴാണെന്നറിയാമോ? ഒരൊറ്റ മഴയിലാണ്. ആമേൻ. ഇന്ന് പകൽ ആരംഭത്തിൽ ഒരു ദൂത് ഞാൻ കൈമാറുകയാണ്. ആമേൻ. നിങ്ങൾ എത്ര വിത്തിടേണ്ടി വന്നിരുന്നാൽ നിങ്ങൾ ഇട്ടുകൊള്ളുക. നിങ്ങൾ ഇടുന്ന വിത്തിന് ഒരു കയ്യും കണക്കും വെക്കണ്ട. നിങ്ങൾ എത്ര ദൂരത്തിലും ആഴത്തിലും ഇട്ടുകൊള്ളുക. പക്ഷെ ഒരു ദൂത് അറിയിക്കാം. ആകാശത്തുനിന്ന് മഴ പെയ്തിറങ്ങി ആ മണ്ണ് നനഞ്ഞ് ആ വിത്തിലേക്ക് വെള്ളത്തിന്റെ ഗന്ധം തട്ടുമ്പോൾ അത് പൊട്ടിക്കിളർത്ത് അതിന്റെ തലകൾ ഇതാ മണ്ണിന് പുറത്തേക്ക് ഉയർന്നു വരുന്നത് പോലെ വരും നാളുകളിൽ നിങ്ങൾ വിതച്ചിരിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥന എന്ന വിത്തുകളെ പൊട്ടിക്കിളിർപ്പിച്ചുകൊണ്ട് അതിന്റെ ഉൾനാമ്പുകൾ ഇതാ ഭൂമിക്ക് മുകളിലായി, മണ്ണിന് മുകളിലായി തല ഉയർത്തി ഉയർന്നു വരുന്നത് പോലെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ തല ഉയർത്തി പൊങ്ങി വരുന്ന
കാഴ്ചകൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അത് ഒന്നല്ല രണ്ടല്ല, നിങ്ങൾ എത്ര പ്രാർത്ഥനാ വിഷയങ്ങളായി വിതച്ചിട്ടുണ്ടോ അത് സകലതും പൊട്ടിക്കിളിർത്തു വന്നുകൊണ്ട് അത് മനോഹരമാകുന്ന രീതിയിൽ ഒരു കൃഷിയിടമായി, ഒരു പാടമായി, ഒരു നെൽക്കതിര് പോലെ നിങ്ങൾക്ക് കണ്ട് സന്തോഷിപ്പാൻ, അതിന്റെ ഫലങ്ങൾ നിങ്ങൾക്ക് കൊയ്തെടുക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഒരുക്കുന്ന സമയങ്ങളാണിതെന്ന് ദൈവാത്മാവ് ആരംഭത്തിലെ ദൂത് കൈമാറുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനകളും പാഴായി പോകത്തില്ല കേട്ടോ. ഒരു പ്രാർത്ഥനയും പാഴായി പോകത്തില്ല. ദൈവസന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണോ, നിശ്ചയമായും അതിന് പ്രതിഫലമുണ്ട്. നിങ്ങൾ കാത്തിരിക്കുന്ന കാത്തിരിപ്പിന് നിശ്ചയമായും ഒരു അറുതിയുണ്ട്. നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് നിശ്ചയമായും ദൈവം അതിനൊരു മറുപടി നൽകുക തന്നെ ചെയ്യും. അവനാർക്കും കടക്കാരനായി ഇരിക്കത്തില്ല, അവനാർക്കും കടക്കാരനായി ഇരിക്കത്തില്ല എന്ന് പകൽ ഞാൻ പറയാം. ഹല്ലേലൂയ. ഒരിക്കൽ ബർത്തിമായി യേശുവിനെ നോക്കിയിട്ട് നിലവിളിക്കുക, യേശു നടന്നു പോകുന്നു എന്നൊരു ശബ്ദം. അവൻ കുരുടനാ, അവൻ കണ്ണ് കാഴ്ചയില്ലാത്തവനാ, ജന്മനാൽ കുരുടനായിരിക്കുന്നവൻ. ഇതാ യേശു തന്റെ മുമ്പിലൂടെ എരിഹോവിലൂടെ നടന്നു പോകുന്നു എന്നൊരു വാർത്ത അവൻ കേൾക്കുക. എന്തുകൊണ്ട് അവൻ വാർത്ത കേൾക്കുന്നറിയാമോ? അവന് കണ്ണില്ലല്ലോ, അവന് കാഴ്ചയില്ലല്ലോ, പിന്നെ എങ്ങനെ അവൻ അറിഞ്ഞു? അവൻ അറിഞ്ഞത് അവന്റെ കാതുകൾ കൊണ്ടാണ്, അവൻ അറിഞ്ഞത് ആ ശബ്ദങ്ങൾ കൊണ്ടാണ്, അവൻ അറിഞ്ഞത് പുരുഷാരത്തിന്റെ ഒച്ചകൾ കൊണ്ടാണ്. ഇന്ന് പകൽ ഹല്ലേലൂയ, പലതും ശബ്ദങ്ങളായി നമ്മുടെ കാതുകളിലേക്ക് എത്തുമ്പോ ഒന്നറിഞ്ഞോ, നമ്മുടെ കർത്താവ് അടുത്താണ്. സ്തോത്രം. ആമേൻ. ഇവിടെ ഇതാ ആ ബർത്തിമായി നിലവിളിക്കുകയാണ്. എന്തിനാന്നറിയാമോ? അവൻ ഒരൊറ്റ ആവശ്യമേ ഉള്ളൂ. അത് വീട് വാങ്ങാനല്ല, അത് ലോൺ അടയ്ക്കുവാനല്ല, അത് കാറ് വാങ്ങുവാനല്ല, അത് മക്കളെ പഠിപ്പിക്കുവാനുമല്ല. അവനൊരൊറ്റ ആവശ്യമേ ഉള്ളൂ. അവൻ ആ നാട്ടിലുള്ള എല്ലാ വൈദ്യന്മാരുടെയും എല്ലാ വൈദ്യശാസ്ത്രത്തിനും പോയി കീഴ്പ്പെട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ അവർക്കാർക്കും ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം കർത്താവായ യേശു ക്രിസ്തുവിന് ചെയ്യാൻ കഴിയുമെന്ന് അവൻ തിരിച്ചറിഞ്ഞിരുന്നു. പക്ഷെ യേശുവിന്റെ അടുക്കൽ പോകുവാൻ അവന് സാധ്യമായിരുന്നില്ല. യേശുവിനെ അന്വേഷിച്ചു പോകുവാൻ കുരുടനായിരുന്നത് കൊണ്ട് അവന് കഴിഞ്ഞിരുന്നില്ല. യേശുവിനെ തേടിപ്പിടിച്ചു പോകുവാനുള്ള സാഹചര്യം അവനുണ്ടായില്ല. പക്ഷെ ഇതാ അവൻ തേടിപ്പിടിച്ചു പോകുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ ആയിരിക്കുന്ന ബർത്തിമായെ വിടുവിക്കേണ്ടതിന് അവൻ ഇരിക്കുന്ന ഇടത്തേക്ക് നടന്ന് നീങ്ങി വരുന്ന കർത്താവായ യേശുവിനെ നിങ്ങൾ കണ്ടോ? ഇന്ന് പകൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. നിനക്കൊരിക്കലും ചിലപ്പോൾ നേടിപ്പിടിക്കാൻ കഴിയത്തില്ലായിരിക്കാം, നിനക്കൊരിക്കലും എത്തിപ്പിടിക്കാൻ കഴിയത്തില്ലായിരിക്കാം. പക്ഷെ നിനക്ക് എത്തിപ്പിടിക്കാൻ കഴിയത്തക്ക പാകത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു നല്ല കർത്താവുണ്ട്. ഇന്ന് പകലും ആ കർത്താവിനെ എത്രയും നിങ്ങൾ ആരാധിക്കുന്നത്, ആ കർത്താവിനെ എത്രയും മഹത്വപ്പെടുത്തുന്നത്, ആ കർത്താവിന്റെ മുമ്പിൽ എത്ര നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, നിശ്ചയമായി നിങ്ങളുടെ പ്രാർത്ഥനകൾ അവൻ കേൾക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അഭർത്യമായി നിലവിളിച്ചപ്പോ ആ നിലവിളി കേട്ടു യേശു നിന്നു. ഞാൻ ചോദിക്കട്ടെ, നമ്മളൊരു കല്യാണത്തിന് പോകാം, നമുക്കൊരു കല്യാണത്തിന് പോകാം, കല്യാണത്തിന്റെ ഓഡിറ്റോറിയത്തിൽ ഒരു 500 പേരുണ്ടെന്നിരിക്കട്ടെ, ഒരു 500 പേര്. ഈ 500 പേരും കൂടി കലപില എന്ന് പറഞ്ഞുകൊണ്ട് കൊള്ളാലൊടി നിന്റെ സാരി എവിടെന്നാ അച്ചായ പാന്റ് എന്നും ചോദിച്ച് ഈ കുശലങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ 500 പേരുടെ ശബ്ദങ്ങൾ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോ ആ ഹാളിന്റെ ഇങ്ങേ തലക്കൽ നിന്ന് ആ ഹാളിന്റെ അങ്ങേ തലക്കലുള്ള ആരെയെങ്കിലും അന്നാരെ അച്ചായോ എന്നൊന്ന് വിളിച്ചാൽ, അല്ലെ വീനാന്റിയെന്നൊന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ 500 പേരുടെ ശബ്ദ തരങ്ങളെ കീറിമറിച്ചുകൊണ്ട് നമ്മുടെ ശബ്ദം അപ്പുറത്തെത്തുമോ? ഒരിക്കലും എത്തത്തില്ല. കാരണം ഇത്രയും ജനക്കൂട്ടങ്ങൾ അവർ നിന്ന് പല വിധത്തിലെ കാര്യങ്ങളും സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോ ഈ ശബ്ദമെല്ലാം മറികടന്നുകൊണ്ട് അങ്ങ് എത്താൻ ഒരിക്കലും കഴിയത്തില്ല. അല്ലെങ്കിൽ വല്ല മൈക്ക് വല്ല വെച്ച് കെട്ടി വിളിക്കണം. അങ്ങനെയെങ്കിൽ ആയിരക്കണക്കിന് ജനാവലികൾ യേശുവിന്റെ കൂടെ നടന്നപ്പോ ബർത്തിമായി എന്ന ഈ കുരുടൻ താഴത്തിരുന്നു കൊണ്ട് വിളിച്ചപ്പോ അവന്റെ നിലവിളിയുടെ ശബ്ദം എങ്ങനെ യേശു കേട്ടു? എങ്ങനെയാണ് യേശുവിന്റെ കാതുകളിൽ അവന്റെ ശബ്ദം എത്തിയത്? അവൻ വിളിച്ചത്, അവൻ വായ് കൊണ്ട് എത്ര ഉറക്കെ വിളിച്ചാലും ഈ ജനവലിയെ മുഴുവനും കീറി മുറിച്ചുകൊണ്ട് യേശുവിന്റെ അടുക്കൽ അവന്റെ ശബ്ദം എത്തുമോ? അതിനുള്ള കഴിവുണ്ടോ? ഇല്ല. പക്ഷെ ഒരു കാര്യം, അവൻ വായ് കൊണ്ട് ഉച്ചത്തിൽ വിളിച്ചു, ദാവീദ് പുത്രാ
എന്നോട് കരുണ തോന്നണമേ എന്ന്. ആമേൻ. അവൻ വിളിച്ച വായേക്കാളും ശബ്ദം അവന്റെ ഹൃദയത്തിനകത്തുനിന്ന് ഉയർന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവമാകുന്നു. നിന്റെ വായുടെ ശബ്ദം കൊണ്ടല്ല ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കുന്നത്, നിന്റെ ഹൃദയത്തിന്റെ വായ് തുറന്ന് അവൻ അതിൽ നിന്ന് ഉയരുന്ന നിലവിളികൾ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. അതൊരു പക്ഷെ കൂടെ കിടക്കുന്ന ജീവിത പങ്കാളിയെ അറിഞ്ഞെന്ന് വരത്തില്ല. അപ്പനോ അമ്മയോ കൂടപ്പിറപ്പോ സഹോദരനോ സഹോദരിയോ ഭാര്യയോ ഭർത്താവോ പാസ്റ്ററോ വിശ്വാസികളോ തിരിച്ചറിഞ്ഞെന്ന് വരത്തില്ല. എന്നാൽ നിന്റെ ഹൃദയത്തിന്റെ നുറുക്കങ്ങളെ അറിയുന്ന ഒരു നല്ല നാഥനുണ്ട്. അവന്റെ കാതുകൾ നിന്റെ ശബ്ദം എത്തിക്കഴിഞ്ഞാൽ ഉറപ്പാണ് നിന്നെ അവൻ വിളിക്കും, നിനക്ക് വേണ്ടി അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ഇതാ ബർത്തിമായി പറയുകയാണ്, എനിക്ക് കണ്ണിന് കാഴ്ച വേണമെന്ന്. ആ പറഞ്ഞ നാഴികയിൽ നിമിഷങ്ങൾ തന്നെ കർത്താവ് അവനെ കണ്ണ് കാഴ്ച കൊടുക്കുകയാണ്. അവന്റെ നിലവിളി യേശുവിന്റെ കാതുകളിൽ എത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എന്നെ കേൾക്കുന്നവരെ, ഇന്ന് പകൽ നിങ്ങളുടെ നിലവിളി നമ്മുടെ കർത്താവിന്റെ കാതുകളിൽ എത്തുന്നുണ്ടോ? അതോ നിങ്ങളുടെ നിലവിളി, നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ മുറിക്കകത്തേക്ക് മാത്രം ഒതുങ്ങി പോകുന്നതാണോ? എന്നാൽ കർത്താവ് നമ്മളെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന മാതൃക ഇപ്രകാരമാണ്, ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിപ്പീരെന്ന്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിപ്പീ. നിങ്ങളുടെ വാക്കുകളോ വാചാലങ്ങളോ വാക്ക് കസർത്തുകളോ നടത്തുക എന്നുള്ളതല്ല. ആമേൻ. നിങ്ങൾക്കറിയാവുന്ന വാക്യങ്ങളെയെല്ലാം കൂട്ടിച്ചേർത്ത് ആമേൻ എനിക്ക് കുറെ വാക്യങ്ങൾ അറിയാമെന്ന് മറ്റുള്ളവരെ കേൾപ്പിക്കാനും വേണ്ടിയല്ല. പറയുന്നതും പ്രാർത്ഥിക്കുന്നതും അല്പമാണെങ്കിലും ചുരുക്കം വാക്കുകളാണെങ്കിലും അതീവ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിപ്പീൻ. അതുകൊണ്ട് കർത്താവ് പഠിപ്പിക്കുകയാണ്, ആമേൻ, ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആമേൻ. ഗെത്സമന തോട്ടത്തിൽ കർത്താവ് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? അവൻ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചുവെന്നാണ്. അവൻ വചനം ചൊല്ലി പ്രാർത്ഥിച്ചുവെന്നാണ്, അതിശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചുവെന്നാണ്. എന്നാൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾക്കകത്ത് ശ്രദ്ധയോടുകൂടി അതിശ്രദ്ധയോടുകൂടി ജാഗരിച്ചുകൊണ്ട് പ്രാർത്ഥിപ്പീൻ. നിശ്ചയമായും ദൈവം നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലങ്ങൾ നൽകി ആദരിക്കുമെന്നുള്ള കാര്യത്തിൽ രണ്ട് പക്ഷം ഇല്ല. ഉറപ്പിച്ച് ഞാൻ പറയുന്നു, നിശ്ചയമായും ദൈവം നിങ്ങളെ മാനിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. ഈ പകൽ അല്പസമയത്തെ ആമേൻ ചിന്തകൾ, ആമേൻ, എന്നെ കഴിഞ്ഞ ദിനങ്ങളിൽ ചിന്തിപ്പിച്ച ചില ചിന്തകളെ നിങ്ങളുമായി വേഗത്തിൽ പങ്കുവെക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. 1 യോഹന്നാന്റെ ആമേൻ ലേഖനം 2-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം മാത്രമൊന്ന് വായിക്കുന്നു. ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം, നിത്യജീവൻ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിത്യജീവൻ തന്നെ. ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം. എന്താണ് അവൻ നമുക്ക് തന്ന വാഗ്ദത്തം? ഹല്ലേലൂയ. വാഗ്ദത്തങ്ങളെ ഒന്ന് മുറുകെ പിടിക്കാം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. അവൻ ഒരിക്കലും വാക്ക് മാറുന്നവനല്ല കേട്ടോ. അവൻ വാക്ക് പറഞ്ഞാൽ അവൻ വാക്ക് നിശ്ചയമായും പാലിക്കുന്ന ദൈവമാണ്. അങ്ങനെയെങ്കിൽ എത്ര പേർക്ക് ഇന്ന് പകൽ ഉറപ്പുണ്ട്, എന്നോട് ദൈവം ചെയ്ത വാഗ്ദത്തങ്ങൾ അത് നിശ്ചയമായി നിവർത്തിയാകുമെന്ന് ഉറപ്പും വിശ്വാസമുള്ള ആ വിശുദ്ധ കരങ്ങൾ മാത്രം സ്ക്രീനിലോട്ടൊന്ന് ഉയരട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പിതാവേ, അവിടുന്ന് അരുളി ചെയ്ത വാഗ്ദത്തങ്ങളെ ദൈവം അവിടുന്ന് നിവൃത്തിയാക്കുമാറാകണമേ. ഈ പകൽ പിതാവേ, അങ്ങയുടെ പുത്രൻ ഞങ്ങളുടെ വീണ്ടെടുപ്പ് കാലമായ യേശു മശിഹായുടെ നാമത്തിൽ അവിടുത്തെ സന്നിധിയോട് ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ കടന്നു വരുന്ന ഞങ്ങളെ അവിടുന്ന് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണം. പുത്രനെ മഹത്വപ്പെടുത്തണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വളരെ ആമേൻ. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ കാലഘട്ടം നമുക്ക് ഏത് കൊച്ചു കുട്ടികൾക്കും അറിയാം. ഇന്ന് ഈ ലോക സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെല്ലാം കാരണം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്നുള്ളതും നമ്മുടെ കർത്താവിന്റെ വരവിൽ സഭ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഇതിനെ തുടർന്ന് ദൈവ വചനത്തിന്റെ പ്രമാണങ്ങളുടെ ഈ പ്രവചനങ്ങളുടെ നിവർത്തീകരണമാണ് ഇന്ന് ലോകത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഒരു സംശയവും ഇല്ല. എന്നാൽ പലപ്പോഴും നമുക്കത് വേണ്ടും പോലെ
തിരിച്ചറിയാനോ അതിനെ വേണ്ടും പോലെ ഗ്രഹിക്കാനോ അതിനെ പറ്റുന്നത് പോലെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുവാനോ കഴിയാത്ത പല സാഹചര്യങ്ങളും പലർക്കും സംഭവിക്കാറുണ്ട്. എന്നാൽ ഒന്ന് പറയട്ടെ, കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ നിത്യജീവൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്നേഹത്തിന്റെ അപ്പോസ്തലനായ യോഹന്നാൻ അപ്പോസ്തലൻ ഇപ്രകാരം രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്: ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം. പ്രൈസ് ദി ലോർഡ്. എന്നെ ചിന്തിപ്പിച്ച ചിന്ത മറ്റൊന്നുമല്ല, ആമേൻ, ഈ കാലഘട്ടങ്ങളിൽ വാഗ്ദത്തങ്ങളെ കൈവശമാക്കുന്നവർ ആകണം. ഈ കാലഘട്ടങ്ങളിൽ സ്തോത്രം, പലപ്പോഴും വാഗ്ദത്തം നാം കേട്ടവരാണ്, പലപ്പോഴും വാഗ്ദത്തങ്ങൾ നാം അറിഞ്ഞവരാണ്. പക്ഷേ പലപ്പോഴും വാഗ്ദത്തങ്ങൾ പ്രാപിപ്പാൻ കഴിയാതെ നീണ്ടും അകന്നകന്നും പോകുന്ന ചില അനുഭവങ്ങൾ ഉണ്ട്. എന്നാൽ ഈ കാലങ്ങളിൽ വാഗ്ദത്തങ്ങളെ നേടിയെടുക്കാൻ, വാഗ്ദത്തങ്ങളെ കൈവശമാക്കുവാൻ നാം എന്താണ് ചെയ്യേണ്ടത്? എന്നെ കേൾക്കുന്ന പ്രിയരെ, ഹല്ലേലൂയ, ഈ വാഗ്ദത്തം നമുക്കേവർക്കും ഉള്ളതാണ്. അത് പ്രത്യേകിച്ച് ഒരു പ്രവാചകൻ വന്ന തലയെ കൈവച്ചാൽ മാത്രമുള്ളതല്ല കേട്ടോ. സ്തോത്രം. പലർക്കും അങ്ങനെ ചില തെറ്റിദ്ധാരണകൾ ആമേൻ മുൻകാലങ്ങൾ മുതലേ ഉണ്ട്. അത് നിശ്ചയമായും കാലഘട്ടങ്ങളിൽ വിശ്വാസത്തിലേക്ക് വന്നുകൊണ്ടിരുന്ന ആമേൻ ഒരു സമയങ്ങളിൽ പല കൂട്ടായ്മകളിലും പങ്കുചേർന്നിരുന്നപ്പോ ഞാനും അങ്ങനെയൊക്കെ തെറ്റിദ്ധരിച്ചിരുന്നു. പ്രവാചകന്മാര് വന്ന് തലയിൽ കൈവച്ച് ആമൻ ചില ദൂതുകളും പ്രവചനങ്ങളും ആലോചനകളും അറിയിച്ചാൽ മാത്രമേ ഈ വാഗ്ദത്തം നമുക്ക് ലഭിക്കത്തുള്ളൂ, അല്ലാത്തവർക്ക് ആർക്കും വാഗ്ദത്തം ഇല്ല എന്ന ഒരു ചിന്ത, ഒരു തെറ്റിദ്ധാരണ ആരംഭകാലങ്ങളിൽ വിശ്വാസത്തിലേക്ക് വന്നുകൊണ്ടിരുന്ന ഒരു വിശ്വാസിയായി ഇരുന്ന ഒരു ഘട്ടങ്ങളിൽ എനിക്കുണ്ടായിരുന്നു. പക്ഷെ അത് കാലക്രമേണ അതെല്ലാം ദൈവം ആമേൻ തെറ്റായ ചിന്താഗതികളെ മാറ്റി ആമേൻ ശരിയായ അറിവുകളെ നൽകി തരുവാൻ ഇടയായിരുന്നു. ഈ വേദപുസ്തകത്തിനകത്തുള്ള സകല വാഗ്ദത്തങ്ങളും നമുക്കെല്ലാവർക്കും ഉള്ളതാണ്. നമുക്കെന്ന് വെച്ചാൽ ആർക്കാണ്? യേശുക്രിസ്തുവിന്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവ മക്കളെ നമുക്കേവർക്കും ഉള്ളതാണ് ഈ സകല വാഗ്ദത്തങ്ങളും. അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു ഇന്നാരോ അല്ലെങ്കിൽ മറ്റൊരാളോ വന്ന തലയെ കൈവച്ച് പറയുന്നത് മാത്രമല്ല ദൈവിക വാഗ്ദത്തങ്ങൾ. അത് പ്രവചനം ആമേൻ അല്ലെന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും ദൈവത്തിന്റെ വചനത്തിനകത്ത് ദൈവം നൽകിയിരിക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങൾ ആമേൻ നാം കണ്ടെത്തി അതിനെ പ്രാപിച്ചെടുപ്പാൻ ഇടയായിത്തീരണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ പലർക്കും ആ വാഗ്ദത്തങ്ങൾ ആമേൻ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാതിരിക്കുന്നു. പലരും ആ വാഗ്ദത്തങ്ങൾ എനിക്കുണ്ടോ എന്ന് ചോദിക്കുന്നു. പലപ്പോഴും ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ നിങ്ങൾ ചോദിച്ചിട്ടില്ലേ, ദൈവം എന്നെ കാണുന്നുണ്ടോ? ദൈവം എന്നെ അറിയുന്നുണ്ടോ? ദൈവം എന്നെ കേൾക്കുന്നുണ്ടോ? എൻ്റെ കണ്ണുനീര്, എൻ്റെ ദുഃഖം, എൻ്റെ പ്രശ്നം, എൻ്റെ പ്രതികൂലങ്ങൾ ദൈവം ഇതെല്ലാം കണ്ടുകൊണ്ട് മിണ്ടാതിരിക്കുകയാണോ? ദൈവം എന്നെ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ള എത്ര ചോദ്യങ്ങൾ നിങ്ങൾ ഓരോരുത്തരുടെ ഹൃദയങ്ങൾക്കകത്തുനിന്ന് ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽ ഞാനൊരു കാര്യം വിളിച്ചു പറയാം. ആമേൻ. ദൈവത്തിന്റെ വചനത്തിന് ഇങ്ങനെ പറയാ, അവൻ എന്നെ ഉള്ളംകരത്തിൽ വരച്ചിരിക്കുന്നുവെന്ന്. നിങ്ങളുടെ ഉള്ളംകരത്തിൽ ഒരു വരയുണ്ടോ? ആമേൻ. ഉള്ളംകരത്തിനകത്ത വര നിങ്ങൾ ഇന്ന് വരെ അവൻ ഏതെങ്കിലും ഉള്ളംകരത്തിലെ അവൻ വര മാഞ്ഞുപോയ കരമൊന്നുണ്ടോ? ആമേൻ. നിങ്ങൾ ജോലി ചെയ്യാത്തത് കൊണ്ടോ, ആമേൻ, നിങ്ങൾ തുണി അലക്കാത്തത് കൊണ്ടോ, ആമേൻ, നിങ്ങൾ പാത്രം കഴുകാത്തത് കൊണ്ടോ, നിങ്ങൾ എന്തൊക്കെ പണി ചെയ്തത് കൊണ്ടോ നിങ്ങളുടെ കയ്യിലെ ആമേൻ ഈ ആമേൻ കൈക്ക് ഉള്ളിലുള്ള ഉള്ളം കൈയിലെ വരകൾ മാഞ്ഞു പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വലങ്കരമെന്നെടുത്ത് എൻ്റെ ഉള്ളംകരത്തിൽ എൻ്റെ കരത്തിനകത്ത് വരകൾ ഉണ്ടോ എന്നൊന്ന് നോക്കിയേ. അങ്ങനെ വരകളുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്തോ, ദൈവം പറയുന്നു, ഞാൻ നിന്നെ ഉള്ളംകരത്തിൽ വരച്ചു വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ആമേൻ ആമേൻ നിന്നെ ഉള്ളംകരത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു? വരച്ചിരിക്കുന്നു. അത് മായ്ച്ചു കളയാൻ ആർക്കും കഴിയത്തില്ല കേട്ടോ, ആർക്കും കഴിയത്തില്ല. അതുകൊണ്ട് ദൈവിക വാഗ്ദത്തങ്ങൾ നാം പ്രാപിച്ചെടുക്കുവാൻ നാം ഇറങ്ങി പുറപ്പെട്ടാൽ മാത്രമേ കഴിയത്തുള്ളൂ. ഞാനൊരു കാര്യം വിളിച്ചു പറയട്ടെ. ദാവീദിന്റെ കാലത്ത് ദാവീദിന്റെ ആമേൻ സ്തോത്രം വാർദ്ധക്യ സഹജമാകുന്ന ആമേൻ ആ ഒരു കാലഘട്ടത്തിൽ ദാവീദ് കിടക്കയിൽ കിടക്കുന്ന ആ ഒരു ടൈമിൽ തൻ്റെ രാജസിംഹാസനത്തിൽ ഇരിക്കുവാൻ തൻ്റെ തലമുറകളിൽ നിന്ന്, തൻ്റെ ആൺമക്കളിൽ നിന്ന് ഒരുവരെ രാജാവാക്കണം. പക്ഷേ
ആ കാലഘട്ടത്തിൽ ദാവീദിന്റെ അനുവാദമില്ലാതെ, ദാവീദിനോട് ചോദിക്കാതെ, ദാവീദിന്റെ ഭാര്യയായ ആമേൻ സ്തോത്രം, ഇവിടെ വായിക്കുന്ന 1 രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് വായിക്കുമ്പോൾ അതിന്റെ 1-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം, അനന്തരം ഹഗ്ഗീത്തിന്റെ മകനായ അദോനിയാവ്, ആമേൻ, ദാവീദിന്റെ ഭാര്യയായ ഹഗ്ഗീത്തിന്റെ മകനായ അദോനിയാവ്, ഈ അദോനിയാവ് രാജാവാകുവാൻ മോഹിച്ചിട്ട് താൻ രാജകൽപ്പന ലഭിക്കാതെ താൻ സ്വയമേ രാജാവാകാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുകയാണ്. തനിക്ക് അതിനു വേണ്ടുന്ന ആൾക്കാരെ സംഘടിപ്പിച്ചു, രഥങ്ങളെ സംഘടിപ്പിച്ചു, പ്രവാചകന്മാരെ, പുരോഹിതന്മാരെ, കൂടെ നിൽക്കാനുള്ള ജനത്തെ, ഇവയെല്ലാം സംഘടിപ്പിച്ചു. താൻ എന്നിട്ട് സ്വയമേ രാജാവാകാൻ നോക്കുകയാണ്. താൻ രാജാവാകാൻ പോയി. ഇതാ എല്ലാവരെയും അവിടെ ചേർത്ത് നിർത്തി. എന്നാൽ ദാവീദിനെയോ, ദാവീദിന്റെ മറ്റ് പ്രിയപ്പെട്ടവരെയോ, അല്ലെങ്കിൽ നാഥാൻ പ്രവാചകനെയോ, അല്ലെങ്കിൽ ഈ പറയുന്ന ശലോമോനെയോ, ഇവരെ ആരും വിളിച്ചിട്ടുമില്ല. ആരും ക്ഷണിക്കാതെ, ആരും വിളിക്കാതെ അദോനിയാവ് ചെന്നിട്ട് സ്വയം രാജാവാകുവാൻ വേണ്ടി അവരാൽ അഭിഷേകം ചെയ്യപ്പെട്ട് അദോനിയാവിനെ രാജാവാക്കി. അദോനിയാവ് രാജാവായി എന്നും അവന്റെ പുറകിൽ ഇരിക്കുന്നവരെല്ലാരും രാജാവേ ജയ ജയ എന്നും വിളിച്ചുകൊണ്ട് അവനെ രാജാവാക്കുന്ന കാഴ്ചയും, അവനെ രാജാവാക്കിയിരിക്കുന്ന കാഹളം കേട്ടും, അവനെ മുമ്പിലും പിൻപിലുമായി നടക്കുന്ന രാജകോലാഹലങ്ങൾ കേട്ടുകൊണ്ട് യെരൂശലേം മുഴുവനും അറിയപ്പെട്ടു അദോനിയാവ് രാജാവായി. എന്നാൽ ഇതാ ദാവീദ് മരിച്ചിട്ടില്ല, എന്നാൽ ദാവീദ് അറിഞ്ഞിട്ടുമില്ല. ഈ വിവരം ഇതാ വാഗ്ദത്തം കേട്ട ഒരു മാതാവിന്റെ കാതിലെത്തുകയാണ്. എന്നെ കേൾക്കുന്ന എല്ലാ മാതാക്കന്മാരും, എല്ലാ പിതാക്കന്മാരും, എല്ലാ സഹോദരങ്ങളും വളരെ ശ്രദ്ധിച്ചോണേ. ഇതാ വാഗ്ദത്തം കേട്ടിരിക്കുന്ന ഒരു മാതാവ്, അത് മറ്റാരുമല്ല, ബർശേബയാണ്. എന്താണ് ബർശേബ കേട്ടത്? ദാവീദ് ബർശേബയ്ക്ക് കൊടുത്ത ഒരു വാക്കുണ്ട്. എന്താണ്? നിന്റെ തലമുറ, അതായത് എന്നിൽ നിന്ന് നിനക്കുണ്ടാകുന്ന സന്തതി എന്റെ സിംഹാസനത്തിൽ എനിക്ക് ശേഷമായിട്ടിരുന്ന് വാഴുമെന്നുള്ളത്. അങ്ങനെയെങ്കിൽ ബർശേബയുടെ മകനായി ശലോമോനാണ് രാജസിംഹാസനത്തിൽ ഇരിക്കേണ്ടത്. അപ്പോ ബർശേബയും ശലോമോനും ഇവരാരും അറിയാതെ, ഇവരെ ആരെയും കൂട്ടാതെ, ആരുടെയും സമ്മതമില്ലാതെ എങ്ങനെയാണ് അദോനിയാവ് രാജാവായി തീർന്നത്? അദോനിയാവ് രാജാവായി തീർന്നുവെന്ന് വലിയ ശബ്ദത്തോടുകൂടി അനേകം ആടുമാടുകളെ അറുത്ത് അനവധി ജനങ്ങൾ സന്തോഷിച്ചും ഉല്ലസിച്ചും കൊണ്ട് വരുന്ന കാഴ്ചകളും കേൾവികളും കേട്ടുകൊണ്ട് വളരെ ഭയപ്പെട്ടും അമ്പരന്ന് പോയി. കാരണം ഭയപ്പെടാനുള്ള കാരണം, ശലോമോൻ രാജാവാകുമെന്നുള്ളത് ബർശേബയ്ക്ക് ദാവീദ് കൊടുത്ത വാക്കാണ്. ആ വാക്ക് ഈ ദാവീദിനും ബർശേബയ്ക്കും ശലോമോനും മാത്രമല്ല, അവിടെയുള്ള സകലർക്കും ഈ വാക്കറിയാം. പക്ഷെ ഇനി അദോനിയാവ് രാജാവായി എന്ന് പറയുമ്പോൾ അടുത്ത ഒരു കാര്യമുണ്ട്. അധികകാലം ശലോമോനോ ശലോമോന്റെ മാതാവായ ബർശേബയ്ക്ക് ജീവിച്ചിരിക്കാൻ ഇനി കഴിയത്തില്ല. കാരണം അദോനിയാവ് രാജാവായെങ്കിൽ നിശ്ചയമായും വരും നാളുകളിൽ തന്നെ, ഏറ്റവും അടുത്ത സമയത്ത് തന്നെ ശലോമോനെയും ബർശേബയും കൊന്നുകളയുവാനിടയാത്ത. കാരണം ഇനി ഒരിക്കലും അവൻ ഈ രാജസിംഹാസനത്തെ കുറിച്ച് ചിന്തിക്കുകയോ സ്വപ്നം കാണുകയോ പോലും ചെയ്യാതിരിക്കേണ്ടതിന് അവൻ എന്ത് ചെയ്തു കളയും? കൊന്നുകളയും. അങ്ങനെയെങ്കിൽ ഇതാ ഈ ഒരു സന്ദർഭത്തിൽ നാഥാൻ പ്രവാചകൻ ഇതാ ബർശേബയോട് സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. നീ എന്ത് ചെയ്യണം? നീ എഴുന്നേക്കണം. നിന്റെ മകൻ ശലോമോൻ രാജസിംഹാസനത്തിൽ ഇരിക്കുമെന്ന് രാജാവ് അരുളി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതാ ഈ അദോനിയാവ് രാജാവായിരിക്കുന്നു. നമ്മുടെ യജമാനനായിരിക്കുന്ന ദാവീദ് രാജാവോ ഇത് അറിഞ്ഞിട്ടുമില്ല, ആരുടെയും സമ്മതവുമില്ല. നാഥാൻ പ്രവാചകനെയോ ബെനയാവിനെയോ മറ്റു പുരോഹിതന്മാരെയോ ശലോമോനെയോ ആരെയും ഈ അദോനിയാവ് തൻ്റെ രാജാഭിഷേകത്തിന് വേണ്ടി ക്ഷണിച്ചിട്ടുമില്ല. എന്നാൽ ഇതാ ഈ ബർശേബ ചെയ്യുന്ന ഒരു കാര്യം, നാഥൻ പറഞ്ഞു കൊടുത്ത നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് നാഥൻ പറയുകയാണ്, വരിക, ഞാൻ നിനക്ക് എന്ത് പറഞ്ഞുതരാം? ആലോചന പറഞ്ഞുതരാം. എന്താ ആലോചന എന്നറിയുമോ? നീയും നിന്റെ സന്തതി മരിക്കാതെ ഇരിക്കേണ്ടതിനുള്ള ആലോചന ഞാൻ നിനക്ക് പറഞ്ഞുതരാം. നീ എന്ത് ചെയ്യണം എന്നറിയാമോ? നീ രാജാവിനെ കാണാൻ വേണ്ടി രാജാവിന്റെ അടുക്കിലേക്ക് പോകണം. അവനോട് ചെന്ന് നീ കാര്യങ്ങളെ ഉണർത്തിച്ച് പറയണം.
ഇത് കേട്ടിട്ട് ഇതാ ബർശേബ എന്ത് ചെയ്യുന്നു? രാജാവിന്റെ സന്നിധിയിലേക്ക്, പള്ളി അറയിലേക്ക് കടന്നു ചെല്ലുക. അവിടെ ചെന്ന് ദാവീദിനെ കണ്ടപ്പോൾ അവൾ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചുകൊണ്ട് രാജാവിനോട് ഈ സങ്കടങ്ങളൊക്കെയും ബോധിപ്പിക്കുക. അപ്പൊ അവൾക്ക് നിർദ്ദേശം കൊടുത്ത നാഥാൻ പ്രവാചകൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. നീ ചെന്ന് രാജാവിനോട് ഈ വിഷമങ്ങൾ പറഞ്ഞ് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാനും നിന്റെ പുറകെ കയറി വന്നുകൊള്ളാം, ബാക്കി കാര്യങ്ങൾ ഞാൻ സംസാരിച്ചു കൊള്ളാമെന്ന് നാഥാൻ പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ തലമുറകളുടെ, നിങ്ങളുടെ കുടുംബത്തിന്റെ, നിങ്ങളുടെ ജീവിതത്തിന്റെ വാഗ്ദത്തങ്ങളെ, ഒരുപക്ഷെ നിങ്ങൾ കേട്ടിരിക്കുന്ന വാഗ്ദത്തങ്ങൾ നിങ്ങൾ പ്രാപിക്കാതിരിപ്പാൻ നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ നിങ്ങളെ ഇതാ ആ വാഗ്ദത്തങ്ങളെ തട്ടിപ്പറിച്ചെടുത്ത് മറ്റു ചിലരും ആ സ്ഥാനങ്ങളിലേക്ക്, ആ പദവികളിലേക്ക്, ആ പൊസിഷനുകളിലേക്ക്, ആ നന്മകളിലേക്ക് കൈവശമായി ഇത് അതിക്രമിച്ച് കയറുവാൻ നോക്കുമ്പോ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരും മൗനമായി ഇരിക്കരുത്, ആരും അടങ്ങിയിരിക്കരുത്, ആരും ചുമ്മാതെ അങ്ങ് കണ്ണടച്ച് നിന്ന് കൊടുക്കരുത്. ചെയ്യേണ്ട പ്രവൃത്തി ഇതാണ്. ഇതാ ബർശേബ ചെയ്തതുപോലെ ആദ്യം നിങ്ങൾ നിങ്ങളുടെ ശുശ്രൂഷകരാകുന്ന പാസ്റ്ററോട് ഈ വിവരം പറയണം. ആ പാസ്റ്റർ ഇതാ നാഥാൻ പ്രവാചകന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ള നിർദ്ദേശങ്ങൾ നൽകി തരും. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ടോ, പാകപ്പിഴകളുണ്ടോ, നിങ്ങൾക്ക് എവിടെയെങ്കിലും പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും ക്രമീകരണങ്ങൾ വരുത്താനുണ്ടെങ്കിൽ ആ ക്രമീകരണം വരുത്തുവാൻ നിങ്ങളുടെ ശുശ്രൂഷകനായ പാസ്റ്റർ നിങ്ങൾക്ക് നിർദ്ദേശം നൽകും. എന്നിട്ട് ആ പാസ്റ്റർ പറയും, സഹോദരി നിങ്ങൾ പോയി എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ, രാജാവിന്റെ സന്നിധിയിൽ മുഴങ്കാലുകൾ മടക്കി നെടുമ്പാട് വേണ്ടി നിങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിക്കുക. നീ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോ ഞാനും പുറകെ പ്രാർത്ഥിച്ച് രാജസന്നിധിയിലേക്ക് കയറി വന്നുകൊള്ളാം. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഞാനും നിനക്ക് വേണ്ടി തൊട്ടുപുറകെ പ്രാർത്ഥിച്ച് കയറിക്കൊള്ളാം. ഹല്ലേലൂയ. ഇവിടെ ഇതാ ബർശേബ രാജാവിന്റെ മുമ്പിൽ ചെന്ന അപേക്ഷകൾ പറയുമ്പോ രാജാവ് തിരിച്ച് ഈ വാർത്തകളൊന്നും അറിയാതെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഇതാ നാഥാൻ പ്രവാചകനും തൊട്ടുപുറകിൽ കയറി വന്നുകൊണ്ട് ബർശേബ പറയുന്ന കാര്യങ്ങളുടെ യാഥാർത്ഥ്യതകളെ വെളിപ്പെടുത്തി പറയുക. എന്നാൽ ഇതാ രാജാവ് കൊടുത്തിരുന്ന വാക്കാണ് മുൻപ്. രാജാവ് സത്യം ചെയ്തു കൊടുത്തിരുന്ന ഒരു ഉടമ്പടിയും വാഗ്ദത്വവുമായിരുന്നു. പക്ഷെ നോക്കിയേ, ദാവീദ് രാജാവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ താൻ പറഞ്ഞു വെച്ചിരുന്ന വാഗ്ദത്തമെന്ന ഉറപ്പ് അതിനെ ലംഘിച്ചും വകഞ്ഞു മാറ്റിക്കൊണ്ട് മറ്റൊരുവൻ ഇതാ അദോനിയാവ് രാജാവായിട്ട് വാണ് ഇതാ യെരൂശലേമിന്റെ പട്ടണത്തിലൂടെ നടന്നു വരികയാ. എന്നാൽ ഒരു കാര്യം പറയട്ടെ, ഇവിടെ ഇതാ യഥാർത്ഥമായ വാഗ്ദത്തം കേട്ട ബർശേബ കിടന്നുറങ്ങിയില്ല. യഥാർത്ഥമായ വാഗ്ദത്തം കേട്ട ബർശേബ വെറുതെ ദുഃഖിച്ചിരുന്നില്ല. അവൾ എഴുന്നേറ്റ് രാജസന്നിധിയിൽ ചെന്നതുപോലെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ തലമുറകളെ ഓർത്ത്, നിങ്ങളുടെ തലമുറകളുടെ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി നിങ്ങൾ രാജാവിന്റെ സന്നിധിയിൽ നെടുമ്പാട് വീഴുവാൻ ഇന്ന് പകൽക്കാലം നിങ്ങൾ സമർപ്പിച്ചു കൊള്ളുക. ഇതാ നിങ്ങൾ സമർപ്പിച്ച് നിങ്ങൾ നെടുമ്പാട് വീണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇതാ രാജാവിന്റെ മനസ്സലിഞ്ഞ് രാജാവിന് ഉണർവുണ്ടായിട്ട് ഇതാ നിന്റെയും നിന്റെ തലമുറകളുടെയും വാഗ്ദത്തങ്ങൾ നിന്റെ കരങ്ങളിൽ നൽകുവാൻ തക്കവണ്ണം രാജാവ് പ്രവർത്തിച്ചു തുടങ്ങും. ദാവീദ് എഴുന്നേറ്റ് ദാവീദ് പറയുകയാണ്, ഞാൻ സത്യം ചെയ്ത് പറഞ്ഞത് ശലോമോൻ രാജാവാകുമെന്നാണ്. അങ്ങനെയെങ്കിൽ യഹോവയുടെ നാമത്തിൽ ഞാൻ സത്യം ചെയ്ത് പറഞ്ഞ ആ സത്യത്തെ ഇന്ന് ഞാൻ നിവർത്തിക്കുമെന്ന് പറഞ്ഞ് വീണ്ടും സത്യം ചെയ്ത് പറയുകയാണ്. ആ ഒറ്റ വാക്കിന്റെ പുറത്ത് ഇതാ നാഥാൻ പ്രവാചകനോടും അടുത്ത് നിൽക്കുന്ന മറ്റു പലരോടുമായിട്ട് ദാവീദ് കൽപ്പന കൊടുത്തുകൊണ്ട് പറയുന്നു, എന്റെ മകൻ ശലോമോനെ രാജാവാക്കണം. എവിടെ കൊണ്ടുപോകണം? ഗീഹോൻ താഴ്വരയിൽ അവനെ കൊണ്ടുചെന്ന് അവനെ രാജാഭിഷേകം ചെയ്ത് കാഹളമോതി അവനെ രാജാവാക്കി എന്റെ കോവർ കഴുത പുറത്ത് കയറ്റി കൊണ്ടുവരണമെന്ന്. ഇതാ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വാഗ്ദത്തം കേട്ട ശലോമോനും വാഗ്ദത്തം കേട്ട ബർശേബയും നോക്കി നിൽക്കുമ്പോൾ
അവർ അനുഭവിക്കേണ്ട വാഗ്ദത്തങ്ങളെ മറ്റു പലർ തട്ടിയെടുത്ത് അവൻ പ്രാപിച്ചുവെന്ന് പറഞ്ഞ് സന്തോഷിക്കുമ്പോ നിങ്ങൾ കണ്ട് മൗനമായി ഇരിക്കരുത്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ വാത്സല്യ കുടുംബങ്ങളെ, മാതാപിതാക്കളെ, നിങ്ങൾ രാജാവിന്റെ സന്നിധിയിലൊന്ന് നെടുമ്പാട് വീഴുവാൻ തയ്യാറായാൽ നിന്റെ തലമുറയോട് ദൈവം അരുളി ചെയ്ത വാഗ്ദത്തങ്ങളെ നിന്റെ മേൽ തന്നെ പകർന്നു തരുവാൻ എന്റെ ദൈവം വിശ്വസ്തൻ. എന്റെ ദൈവം വിശ്വസ്തൻ. അവൻ വാക്ക് മാറുന്ന ദൈവമല്ല, അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. പക്ഷെ നീ ഓർപ്പിച്ചുണർത്തേണ്ടത് നിന്റെ കർത്തവ്യമാണ്. അവൻ ബർത്യമായി നിലവിളിച്ചതുപോലെ, ബർശബ നെടുമ്പാട് വീണതുപോലെ നീ നിലവിളിച്ച് നെടുമ്പാട് വീഴുവാൻ തയ്യാറെങ്കിൽ ചില ദൈവിക വാഗ്ദത്തങ്ങളെ ഈ ആണ്ടിന്റെ ആരംഭങ്ങളിലായിട്ട് നിങ്ങൾക്ക് വേണ്ടി പകർന്നു തരുന്ന ദൈവത്തിന്റെ അത്ഭുതങ്ങൾ വെളിപ്പെട്ടു വരുവാൻ പോകുകയാണ് കേട്ടോ. ഹല്ലേലൂയ. ഈ ഒരു മാതാവ് തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് കരയുന്നത് പോലെ അത് ഈ ലോകത്തിൽ അത് കൂട്ട് സഹോദരനോ സഹോദരിക്കോ മറ്റാരും കഴിയത്തില്ല കേട്ടോ. ഒരു അമ്മ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുന്ന ആ കരച്ചിലുണ്ട്. ഒരു അമ്മയുടെ കരച്ചിൽ എന്നൊക്കെ പറഞ്ഞിട്ടല്ലോ, അത് ആ തലമുറയുടെ അനുഗ്രഹമാണ്. കരയുന്ന മാതാക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. കരയുന്ന പിതാക്കന്മാർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. മാതാക്കളെ മാത്രമല്ല, കരയുന്ന മാതാപിതാക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. എനിക്ക് വളരെ ഇഷ്ടമാണ് കരയുന്ന അമ്മമാരെ, കരയുന്ന പിതാക്കന്മാര്, തലമുറകളെ ഓർത്ത് കുടുംബത്തെ ഓർത്ത് കരയുന്ന നല്ല മാതാപിതാക്കളെ എനിക്ക് വളരെ ഇഷ്ടമാണ്. കാരണം ഈ കരയുന്ന മാതാക്കന്മാരെയല്ല നിങ്ങൾ നോക്കി വെച്ചോണം. ഈ കരയുന്ന ദൈവസന്നിധിയിൽ കരയുന്ന എപ്പോഴും പ്രാർത്ഥനയോട് ഇരിക്കുന്ന ചില മാതാക്കന്മാരെ നിങ്ങൾ നോക്കി വെച്ചോ. അവരുടെയൊക്കെ സന്തതികളെ, അവരുടെ കുടുംബങ്ങളെ നിങ്ങൾ പിന്നീടുള്ള കാലങ്ങൾ കാണുമ്പോൾ അവർ കരഞ്ഞ കണ്ണുനീരിന്റെ പ്രതിഫലങ്ങളെ നിങ്ങൾക്ക് ആരും ഒരു വാക്കും മറുപടി പറഞ്ഞു തരാതെ നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ട് നിങ്ങൾക്ക് ബോധ്യമാകും, ഓ ഇതായിരുന്നല്ലേ അവൾ എപ്പോഴും കരഞ്ഞുകൊണ്ട് നടന്നതെന്ന്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കണ്ണുനീരിന് വലിയ വിലയുണ്ട് കേട്ടോ. ഹല്ലേലൂയ. മുമ്പ് ലയ അനിഷ്ട എന്ന് യഹോവ കണ്ടു. എന്നാൽ അവളുടെ കണ്ണുനീര് ദൈവം കണ്ടപ്പോ ദൈവം അവൾക്ക് തലമുറകളെ കൊടുത്തു. പക്ഷെ മറ്റു പലരും തലമുറകളെ പ്രാപിച്ചിട്ടുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ദൈവം അവക്ക് കൊടുത്ത സന്തതികളിൽ നിന്നാ യഹൂദ വന്നത്. ആ യഹൂദ ഗോത്രത്തിൽ നിന്നാണ് യേശു വന്നത്. അവൾക്ക് കൊടുത്ത സന്തതിയിൽ നിന്നാ പുരോഹിത വർഗമാകുന്ന ലേവി വന്നത്. കണ്ണുനീരൊഴുക്കുന്ന മാതാവിൽ നിന്നാണ് ദൈവത്തിന്റെ ശ്രേഷ്ഠകരമായ വാഗ്ദത്തങ്ങൾ പുറത്തു വന്നതെങ്കിൽ ഇന്ന് പകൽക്കാലം കണ്ണുനീരൊഴുക്കുന്ന മാതാപിതാക്കളെ, നിങ്ങൾ ഒന്നോർത്തോ, നിങ്ങളിൽ നിന്ന് ചില ശ്രേഷ്ഠമായ വാഗ്ദത്ത നന്മകൾ പുറത്തു വരുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഈ സാധു സുന്ദർ സിംഗ് ഒരിക്കൽ തന്റെ മിഷണറി യാത്രയുടെ ഭാഗമായി ഒരു കൊടും വനങ്ങളിലെത്തി. ആ വനത്തിലേക്ക് താൻ ഇങ്ങനെ നടന്നു കയറുമ്പോൾ ആ വനം കാട്ടുതീ പിടിച്ച് കത്തിക്കരിഞ്ഞു കിടക്കുന്ന അവസ്ഥ കണ്ടു. താൻ ആ വനത്തിനകത്തുകൂടി വീണ്ടും നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ വനം മുഴുവനും കത്തിക്കരിഞ്ഞ് ചാരമായിരിക്കുന്ന കാഴ്ചയാണ് താൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ താൻ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ പക്ഷി ചിറക് രണ്ടും വിടർത്തി ആ മണ്ണിൽ ഇങ്ങനെ പൊതഞ്ഞ് കിടക്കുന്നതായിട്ട് കണ്ടു. വലിയ പക്ഷി. അപ്പൊ താൻ ആ പക്ഷിയെ കണ്ട്, ഇത്രയും വലിയൊരു പക്ഷി രണ്ട് ചിറകം വിടർത്തി പിടിച്ച് മണ്ണിലായിട്ട് ഇങ്ങനെ പൊതഞ്ഞ് കിടക്കുക. അങ്ങനെ കിടക്കുന്ന കാഴ്ച കണ്ടപ്പോ സാധു സുന്ദർ സിംഗ് ഒരു കാര്യം ഓർത്തു. എടാ, ഇത്രയും വലിയ പക്ഷി, ഇതിന് ഇത്രയും വലിയ ചിറകുണ്ടായിരുന്നു. അപ്പൊ ഈ കാട്ടുതീ പിടിച്ചപ്പോ ഈ പക്ഷി എന്തുകൊണ്ട് പറന്നു പോയില്ല? ഈ കാട്ടുതീ പിടിച്ചപ്പോഴും ഈ പക്ഷി എങ്ങനെ ഇവിടെ കിടന്ന് ചത്തുപോയി? അങ്ങനെ താൻ ഓർത്തിരുന്നിട്ട് താൻ അല്പസമയം അതിന്റെ മുമ്പിൽ നിന്നിട്ട് താൻ ആ പക്ഷി, ആ ചത്തു കിടക്കുന്ന ആ വലിയ പക്ഷിയെ അതിന്റെ ചിറകിൽ പിടിച്ചൊന്ന് വലിച്ച് ഒന്ന് മലർത്തിയിട്ടു. അങ്ങനെ മലർത്തിയിട്ടപ്പോ താൻ കാണുന്ന ഒരു കാഴ്ച, ഈ പക്ഷി കിടന്നതിന്റെ അടിയിൽ ഇതിന്റെ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന്റെ കുഞ്ഞുങ്ങൾ വാവിട്ട് കിടന്ന് കരയുന്ന കാഴ്ച താൻ കണ്ടുകൊണ്ടിരിക്കുക. ഈ കുഞ്ഞുങ്ങൾ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ച താൻ കണ്ടപ്പോഴാണ് യഥാർത്ഥമായ ആഴമേറിയൊരു വെളിപ്പാട്
തൻ്റെ ഹൃദയത്തിലേക്ക് ദൈവാത്മാവ് പകർന്നു കൊടുത്തത്. ആ വെളിപ്പാട് മറ്റൊന്നുമല്ല, പറക്കുവാൻ കഴിവുണ്ടായിട്ടും സാധാരണ ഒരു പക്ഷിയല്ല, ഒരു വലിയ ശരീരമുള്ള, ഒരു വലിയ വിസ്താരമായിരിക്കുന്ന ചിറകുള്ള ഒരു പക്ഷി. ഇത്രയും വലിയ ചിറകുള്ള ഇത്രയും വലിയ പക്ഷി ഈ കാട്ടുതീ പിടിച്ചു വന്നപ്പോ എന്തുകൊണ്ട് സ്വന്തം ജീവന് വേണ്ടി പറന്നു പോയില്ല എന്നുള്ളത് താൻ ആ കുഞ്ഞുങ്ങളെ കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഈ കാട്ടുതീ പടർന്നു പിടിച്ചു വന്നപ്പോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തീറ്റ തേടുവാൻ പോയിരുന്ന തള്ളപ്പക്ഷി കാട്ടുതീ പടരുന്നത് കണ്ട് കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ വരുമ്പോ ഇതാ ഈ വനം മുഴുവനും തീ കൊണ്ട് മൂടപ്പെട്ടു പോയി, ഇനി കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ മറ്റൊരു മാർഗവുമില്ല എന്ന് ആ പക്ഷി മനസ്സിലാക്കിയപ്പോ താൻ ചെയ്തൊരു കാര്യം, ആ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ തൻ്റെ ഇരു ചിറകും വിടർത്തി പറന്ന് ആ കുഞ്ഞുങ്ങളുടെ പുറത്തേക്ക് വന്ന് അമർന്ന ആ കുഞ്ഞുങ്ങളെ മണ്ണിലേക്ക് പുതച്ചു വെച്ച് തൻ്റെ മുകളിൽ ആ തീ വന്ന് താൻ ചത്തുവെങ്കിലും ആ കുഞ്ഞുങ്ങളെ രക്ഷ പ്രാപിക്കാൻ വേണ്ടി ആ പക്ഷി അവൻ തൻ്റെ ജീവനെ ബലി കൊടുത്തു. അവൻ സാധു സുന്ദർ സിംഗിനെ പ്രാപിച്ച സകല മാനവ കുലങ്ങളും ഈ ഭൂമി മുഴുവനും പാപത്തിന്റെ പടുത്തിയിൽ പട്ടുപോകുമെന്ന് കണ്ടപ്പോ സകല മാനവർക്കും രക്ഷ നൽകുവാൻ നമ്മുടെ പിതാവും മാതാവും രക്ഷകനും സ്രഷ്ടാവുമായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു സകല മാനവരും രക്ഷിക്കാൻ ആകാശത്തിനും ഭൂമിക്കും മധ്യത്തിൽ ഇരു ചിറകുകൾ വിടർത്തിപ്പിടിച്ച പക്ഷിയെ പോലെ രണ്ട് കരങ്ങളും വിടർത്തിപ്പിടിച്ചുകൊണ്ട് സകല മാനവരാശികളെയും രക്ഷിക്കുവാൻ, സകല മനുഷ്യ കുഞ്ഞുങ്ങളെ രക്ഷിക്കുവാൻ അവൻ അവന്റെ ജീവനെ ത്യാഗമായി അർപ്പിച്ചു കൊടുത്തു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച വേദനകളെ, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ച യാതനകളെ മറന്ന് നാം പ്രവർത്തിക്കരുത്. അവൻ നമ്മെ എത്രത്തോളം സ്നേഹിച്ചിരിക്കുന്നു. ഈ വലിയ കാട്ടുതീയിൽ നിന്ന് നമ്മുടെ ജീവനെ രക്ഷിച്ച നമ്മുടെ കർത്താവ് എത്ര ശ്രേഷ്ഠനാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളെ രക്ഷിപ്പാൻ വേണ്ടി ആ പക്ഷി കാണിച്ചതിനേക്കാളും എത്ര 1000 മടങ്ങ് ശ്രേഷ്ഠമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവൻ തൻ്റെ കുഞ്ഞുങ്ങളാകുന്ന നമ്മെ ഓരോരുത്തരെയും ഈ ലോകമാകുന്ന കാട്ടുതീയിൽ പട്ടുപോകാതെ നമ്മെ രക്ഷിക്കേണ്ടതിന് അവൻ നമ്മെ അവന്റെ ചിറകിനടിയിൽ പൊതിഞ്ഞു പിടിച്ചിട്ട് അവൻ നമുക്ക് വേണ്ടി ജീവൻ പകർന്നു. ഇന്ന് പകൽക്കാലം അവന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് ദൈവത്തെ സ്തുതിപ്പാൻ ഇടയാകുമാറാകട്ടെ. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങളെ കൈവശമാക്കുവാൻ നാം ഒട്ടും വൈകി പോകരുത് പ്രിയപ്പെട്ടവരെ. സ്തോത്രം. ഒരിക്കൽ അവൻ കാലേബ് ഇങ്ങനെ പറയുകയാണ്, സ്തോത്രം, ഞാൻ ഒറ്റ നോക്കുവാൻ മോശ എന്നെ അയച്ച നാളിൽ ഞാൻ ചെന്ന് കണ്ട ആമേൻ ആ ഹെബ്രോൻ മല എനിക്ക് അവകാശമായി തന്നെ വേണമെന്ന് ആമേൻ ഇതാ കാലേബ് പറയുകയാണ്. കാലേബ് പറയുമ്പോ ഇത് 85-ാമത്തെ വയസ്സായി. എന്നാൽ താൻ പറയുന്ന ഒരു കാര്യമുണ്ട്, 85-ാം വയസ്സിലും എനിക്ക് മല കയറാനും ഇറങ്ങാനും വാളെടുക്കാനും യുദ്ധം ചെയ്യാനും പോകുവാനും എല്ലാത്തിനുള്ള ആരോഗ്യം ശക്തിയും എനിക്കുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ പലരും അവൻ പ്രായമായി എന്ന് പറഞ്ഞ് ഇനി വാഗ്ദത്തങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞ് ദൈവം ചെയ്ത ആരും ദൈവിക വാഗ്ദത്തങ്ങളെ തുച്ഛീകരിച്ച് കളയരുതേ. ഞാൻ ചോദിക്കട്ടെ, 100 വയസ്സുള്ളവർ ഈ കൂട്ടത്തിലുണ്ടോ? 100 വയസ്സുള്ളവർ, എനിക്ക് എല്ലാവരെയും കാണാൻ കഴിയുന്നില്ല. 100 വയസ്സുള്ളവരൊന്ന് കൈ ഉയർത്തിയേ. 100 വയസ്സുള്ളവർ ഇല്ലല്ലോ. അങ്ങനെയെങ്കിൽ 100-ാം വയസ്സിൽ വാഗ്ദത്തം പ്രാപിച്ച ഒരു പിതാവ് നമുക്കുണ്ട്, അബ്രഹാം. ഹല്ലേലൂയ. 90-ാം വയസ്സിൽ വാഗ്ദത്തം പ്രാപിച്ച ഒരു മാതാവ് നമുക്കുണ്ട്, സാറ. അങ്ങനെയെങ്കിൽ നാം അവരുടെ മക്കളാ. ഏത് വിധത്തിൽ? വിശ്വാസികൾ അബ്രഹാമിന്റെ മക്കൾ എന്ന് ദൈവവചനം പറയുന്നു അല്ലേ? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ന്യായപ്രമാണത്തെയോ അത്ഭുതത്തെയോ അടയാളത്തെയോ രോഗശാന്തിയോ ഒന്നും കണ്ടിട്ട് വിശ്വസിച്ച വ്യക്തിയല്ല കേട്ടോ അബ്രഹാം. കേവലം ദൈവത്തിന്റെ ഇടപെടൽ കൊണ്ട് മാത്രം ദൈവത്തെ പൂർണ്ണമായി വിശ്വസിച്ച് പറ്റി നിന്നൊരു മനുഷ്യനായിരുന്നു അബ്രഹാം. അങ്ങനെയെങ്കിൽ ഇതാ കാലേബ് പറയുകയാണ്, ഞാൻ എൻ്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നത് കൊണ്ട് അവൻ ദൈവം എനിക്ക് ആ ദേശം അവകാശമായി നൽകി തന്നെന്ന്. ഇതാ അവൻ കാലേബിനൊരു വ്യത്യസ്തമാകുന്ന ആത്മാവാ. കാലേബ് പറയുകയാണ്, മറ്റുള്ളവരൊക്കെയും നെഗറ്റീവ് പറയുന്ന ഒരു ഘട്ടത്തിൽ കാലേബ് വിശ്വാസം പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും വിശ്വാസികളാണ്. പക്ഷെ ഞാനൊരു സത്യം പറയട്ടെ, നിങ്ങൾക്ക് വിഷമം തോന്നല്ലേ? വിശ്വാസികളുടെ വായിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അവിശ്വാസവും വരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ.
എനിക്ക് തോന്നുന്നു അവിടെ ആർക്കും ഇല്ലെന്ന് തോന്നുന്നു. സ്തോത്രം. കുഴപ്പമില്ല, ഞാൻ ഇവിടുത്തെ ആൾക്കാരെ കാര്യമാണ് പറഞ്ഞത്, സാരമില്ല. സ്തോത്രം. വിശ്വാസികൾ എന്ന് പറയുന്ന ഓരോ വ്യക്തികളുടെ വായിൽ നിന്ന് വരുന്നതാണ് അവിശ്വാസം. സ്തോത്രം. ആമേൻ. പ്രാർത്ഥിച്ച് പായുന്ന എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഇതൊക്കെ നടക്കുമെന്ന് ചോദിച്ച എത്രയോ പേരുണ്ട്. പ്രാർത്ഥിച്ച് വിഷയം ആമേൻ പറയുന്നതിന് മുമ്പ് തന്നെ ചുമ്മാ അങ്ങ് പ്രാർത്ഥിച്ച് വിടാ, നടക്കോ ഇല്ലേ നമുക്കറിയത്തില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വിശ്വാസം ഇല്ലെങ്കിൽ ദയവ് ചെയ്ത് പ്രാർത്ഥിക്കരുതേ. വിശ്വസിക്കുന്നില്ലെങ്കിൽ പ്രാർത്ഥിക്കരുതേ. പ്രാർത്ഥിക്കുന്നെങ്കിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ പൊട്ടനെ പോലെ വിശ്വസിക്കാൻ തയ്യാറാണോ? സ്തോത്രം. എന്നാൽ നിങ്ങൾ ലോകത്തിന്റെ മുന്നിൽ മണ്ടനാകാൻ ദൈവം അനുവദിക്കത്തില്ല കേട്ടോ. നിങ്ങളൊരു പൊട്ടനെ പോലെ പൊട്ടിയെ പോലെ വിശ്വസിക്കാൻ തയ്യാറെങ്കിൽ നിങ്ങൾ ലോകത്തിന് മുമ്പിൽ മണ്ടന്മാരും മണ്ടികളുമായി പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഞാനൊരു ഉറപ്പ് പറയാം, നിങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസം ദൈവം നിങ്ങൾക്ക് നൽകി തരിക തന്നെ, നിശ്ചയമായി നൽകി തരും. സ്തോത്രം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. വാക്യമൊക്കെ അറിയാം, അനവധിതാണ്. ഇതിലും കുറെ വാക്യങ്ങളും അറിയാം. പക്ഷെ വാക്യം അറിഞ്ഞതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ വേണം. ഇതാ കർത്താവ് ആമേൻ മറിയോടും മാർത്തിയോടൊക്കെ പറയുന്നൊരു കാര്യം, അല്പമേ വേണ്ടു എന്ന് പറഞ്ഞതുപോലെ ഒരല്പം വിശ്വാസം മതി, കടുകുമണിയോളം വിശ്വാസം മതി. സ്തോത്രം. ആ വിശ്വാസം നമുക്കുണ്ടാകണം. അതിനകത്ത് കലർപ്പുണ്ടാകരുത്, അതിനകത്ത് സംശയം ഉണ്ടാകരുത്, അതിനകത്ത് ഭിന്ന അഭിപ്രായം ഉണ്ടാകരുത്. ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസം നടക്കുമെന്നും ദൈവം പ്രവർത്തിക്കുമെന്നൊരു ഉറപ്പും ധൈര്യവും നമുക്കുണ്ടാകണം. എന്നെ കേൾക്കുന്ന പ്രിയരെ, പലർക്കും ഉറപ്പില്ല. എന്തുകൊണ്ടാണ്? ഞാൻ പ്രതീക്ഷിച്ചിരുന്ന സമയത്ത് കാര്യങ്ങൾ നടന്നില്ല, ഇനിയിപ്പോ കാര്യങ്ങൾ നടക്കുമെന്ന് എനിക്കറിയത്തില്ല, സാഹചര്യങ്ങൾ മാറിപ്പോയി, പ്രായം വർദ്ധിച്ചു പോയി, കാലം കഴിഞ്ഞു പോയി, മറ്റ് സന്ദർഭങ്ങളെല്ലാം ഒഴിഞ്ഞുപോയി, ഇനി പ്രത്യേകിച്ച് സാഹചര്യവും സാധ്യതകളൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്ത് ചെയ്യത്തില്ല, ദൈവം ഇനി സാധിപ്പിക്കത്തില്ല എന്ന് തോന്നുന്ന ചിലരോടായിട്ട് മാത്രം ഇന്ന് പകൽ ദൈവത്തിന്റെ വചനത്തിലൂടെ ഞാനൊന്ന് ഉണർത്തിച്ചു പറയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. ആമേൻ. അത് ഇരുവായി തലയുള്ള അവൻ ഏത് വാളിനെക്കേളും മൂർച്ചയേറിയതാണ്. അത് പ്രാണനെയും ആത്മാവിന്റെ സന്ധിമജ്ജകളെയും തുളച്ചു ചെല്ലുന്നതാണ്. ദൈവത്തിന്റെ വചനത്തിനൊരു സമയമുണ്ട്. അത് നീ കാത്തിരിക്ക്, ദൈവം നിശ്ചയമായി നിനക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അത് നിന്റെ ജീവിതത്തിലാകട്ടെ, കുടുംബത്തിലാകട്ടെ, തലമുറകളിലാവട്ടെ, ശുശ്രൂഷകളിലാകട്ടെ, ബിസിനസ്സിലോ ഉപജീവന മാർഗങ്ങളിലും ആകട്ടെ, ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അതിനകത്തൊരു സംശയവുമില്ല. ചില വാഗ്ദത്തങ്ങൾക്ക് ചില കഷ്ടപ്പാടുകളുണ്ട്. അപ്പന്റെ ഭവനം വിട്ടാൽ മാത്രമേ യോസഫിന്റെ വാഗ്ദത്തം നേടിയെടുപ്പാൻ യോസഫിന് കഴിയത്തുള്ളൂ. പക്ഷേ ആമേൻ, അപ്പന്റെ ഭവനം എന്നേക്കുമായി വിട്ടുപോകുന്നു എന്ന് അപ്പൻ അറിഞ്ഞാൽ ഒരു കാലത്തും യാക്കോബ് യോസെഫിനെ വിടത്തില്ല. യാക്കോബ് യോസെഫിനെ കെട്ടിപ്പിടിച്ച് വീട്ടിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കും. എന്നാൽ അപ്പന്റെ ഭവനം വിട്ടപ്പോൾ, അവിടെ നിറങ്ങിയപ്പോഴാണ് ആമേൻ ഇതാ ദൈവിക വാഗ്ദത്തങ്ങൾ കഷ്ടതകളുടെ താഴ്വരകളിലൂടെ ജോസഫ് ഈജിപ്തിന്റെ മന്ത്രി എന്ന സ്ഥാനത്തേക്ക് നടന്ന് കയറി ചെന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ചില വാഗ്ദത്തങ്ങളെ നേടിയെടുപ്പാൻ ചിലതെല്ലാം വിട്ടിറങ്ങണം കേട്ടോ, ചിലതെല്ലാം വിട്ടിറങ്ങണം. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ആഴമായി ഇടപെടുകയാണ്. ആമേൻ. ഹാരാനിൽ വന്ന് പാർത്തു വന്നാണ് ആമേൻ ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ പറയുന്നത്. ആരെക്കുറിച്ച്? അബ്രഹാമിനെ കുറിച്ച്. ആരെ വിളി കേട്ടത്? അബ്രഹാമാണ് വിളി കേട്ടത്. എവിടെ വെച്ച വിളി കേട്ടത്? മെസ്സപ്പൊത്തോമിയയിൽ വെച്ച വിളി കേട്ടത്. എവിടെയാ പറഞ്ഞിരിക്കുന്നത്? സ്തേഫാനോസിന്റെ പ്രസംഗത്തിലാ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പിതാവായ അബ്രഹാം ആമേൻ ഹാരാനിൽ വന്ന് പാർക്കുന്നതിന് മുൻപ് മെസ്സപ്പൊത്തോമിയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം അവൻ എന്ത് ചെയ്തു? വെളിപ്പെട്ടുവെന്ന്. ആമേൻ. ദൈവം വെളിപ്പെട്ടത് അബ്രഹാമിനാണെങ്കിലും പക്ഷെ നയിക്കുന്നത് അബ്രഹാമിന്റെ പിതാവാണ്. ഹലോ, തേരഹ് എന്ന അബ്രഹാമിന്റെ പിതാവ് ഇപ്പൊ സ്റ്റിയറിംഗ് പിടിച്ചോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ സ്റ്റിയറിംഗ് പിടിച്ചോണ്ടിരിക്കുന്ന സ്റ്റിയറിംഗ് അധികകാലം പോകത്തില്ല. ആ സ്റ്റിയറിംഗ് നിർത്തേണ്ടുന്ന ഒരു ഹാരാൻ, ഒരു ഫുൾ സ്റ്റോപ്പ് ദൈവാത്മാവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ആമേൻ. തേരഹിനെ അല്ല ദൈവശബ്ദം കേട്ടത്, തേരഹ് അല്ല ദൈവശബ്ദം കേട്ടത്, തേരഹിന്റെ മകനായ അബ്രഹാമാണ് ദൈവശബ്ദം കേട്ടത്. പക്ഷെ ദൈവശബ്ദം കേട്ടവൻ അല്ല ഇപ്പോൾ നിയന്ത്രിക്കുന്നത്, ദൈവശബ്ദം കേൾക്കാത്തവനാണ് ഇപ്പോൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ആമേൻ, ഹാരാൻ എന്നൊരു സ്ഥലം ദൈവം ഒരുക്കി. അവിടെ ഇതാ കൊണ്ടുവന്നിട്ട് ആ ഹാരാനിൽ വെച്ചുകൊണ്ട് തേരഹിനെ തീർത്തു കളഞ്ഞു.
ഹലോ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവൻ ദൈവ ശബ്ദം കേൾക്കാതെ നിയന്ത്രിക്കുന്ന സകലത്തെയും ദൈവം ഒരു ഹാരാൻ പട്ടണം ഒരുക്കിയിട്ട് അവിടെ വെച്ച് തേരഹിനെ മാറ്റിയിട്ട് 12-ാം അധ്യായം തുടങ്ങുമ്പോൾ ഇതാ വീണ്ടും യഹോവയായ ദൈവം അബ്രഹാമിന് വെളിപ്പെട്ടു വരികയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവം നിന്നെ വിളിച്ച് ഇറങ്ങി പുറപ്പെടുവാൻ പറയുമ്പോൾ നീ അവിശ്വാസം കൊണ്ട് പുറകോട്ട് തിരിയരുത്, നീ അവിശ്വാസം കൊണ്ട് അതിനെ തള്ളിക്കളയരുത്. നിന്റെ പിതാവിനെയും നിന്റെ പിതൃനഗരത്തെയും പിതൃഭവനത്തെയും നിന്റെ ചാർച്ചക്കാരെയും നിന്റെ ദേശക്കാരെയും നീ സകലത്തെയും നിനക്ക് പുറകിൽ വലിച്ചെറിഞ്ഞു കളഞ്ഞ് നീ ഇറങ്ങി പുറപ്പെടുമെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവൻ ചില വ്യക്തികളോടായിട്ട് അവൻ ദൈവവചനത്തിലൂടെ ഇടപെടുന്നു. വിടേണ്ടതിനെ നീ വിട്ടുകളഞ്ഞാൽ നീ ഇതുവരെ കാണാത്ത ചില വാഗ്ദത്തങ്ങളെ നീ കാണാൻ പോവുകയാണ്. വിടേണ്ടതിനെ നീ വിട്ടുകളഞ്ഞാൽ ചില പാരമ്പര്യത്തിന്റെ കെട്ടുകളെ, ചില പിന്തുടർച്ച കെട്ടുകളെ, ചില കുടുംബത്തിന്റെ ബന്ധനങ്ങളെ, ചില പിതൃശക്തികളെ, ചില ദേശത്തിന്റെ ശക്തികളെ, ചില ചിന്തകളെ, സകലത്തെ നീ വിട്ടെറിഞ്ഞുകൊണ്ട് ദൈവ വിളികെട്ട് നീ മുന്നോട്ട് കാല് വെച്ചാൽ നിശ്ചയമായും അബ്രഹാമിനെ വാഗ്ദത്ത ദേശത്തേക്ക് നടത്തിയ മഹാദൈവം നിന്നെയും വാഗ്ദത്തങ്ങളിലേക്ക് നടത്തുവാൻ വിശ്വസ്തനെന്ന് ഇന്ന് പകൽക്കാലം വചനത്തിലൂടെ ആ ശബ്ദം അറിയിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നമ്മുടെ കർത്താവ് വഴിയിൽ കളഞ്ഞിട്ട് പോകുന്നവനല്ല കേട്ടോ. അബ്രഹാം ഇറങ്ങി പുറപ്പെട്ടു. ഞാൻ ചോദിക്കട്ടെ, അബ്രഹാം ഇറങ്ങി പുറപ്പെടുമ്പോ തനിക്ക് ഒരു ദൃഷ്ടാന്തം പറയുവാൻ ആരുമില്ല, തനിക്കൊരു ലിഖിതമായ യാതൊരു ന്യായപ്രമാണം ലഭിച്ചിട്ടില്ല, എങ്ങോട്ട് പോകണമെന്ന് പോകേണ്ട റൂട്ടിന്റെ മാപ്പ് ലഭിച്ചിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ കാലഘട്ടത്തിൽ സകലതും നമുക്കുണ്ടായിട്ടും എല്ലാ ന്യായപ്രമാണങ്ങൾ നമ്മുടെ കൈവശം ഉണ്ടായിട്ട് പോലും പലപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ കഴിയാതെ സംശയിച്ച് നിൽക്കുന്ന പല ചിന്തകൾ നമുക്കുണ്ട്. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, അബ്രഹാം യാതൊരു വിധത്തിലും ദൈവത്തെ സംശയിച്ചില്ല എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, അബ്രഹാമെ, നീ സ്നേഹിക്കുന്ന നിന്റെ മകനാകുന്ന ഇസഹാക്കിനെ കൊണ്ട് യാഗം കഴിക്കാൻ പറയുമ്പോ ഞാൻ ചോദിക്കാം, നമ്മോടാണ് കർത്താവ് പറഞ്ഞെങ്കിൽ നമ്മുടെ ഈ കുഞ്ഞിനെ കൊണ്ട് ചെന്ന് യാഗം കഴിക്കാൻ ധൈര്യമുള്ള എത്ര പേരുണ്ട്? നമുക്ക് ആർക്കെങ്കിലും കഴിയുമോ? അങ്ങനെ നമുക്ക് ചിന്തിക്കാനെങ്കിലും സാധിക്കുമോ? ഇല്ലല്ലോ. എന്നാൽ അബ്രഹാം ചെയ്യുന്ന കാര്യം ഇതാ, തൻ്റെ മകനെ യാഗം കഴിക്കാൻ പറഞ്ഞപ്പോ ഒരു മടിയും കൂടാതെ, എന്ന് വെച്ചാൽ അതിന്റെ കാര്യം ഫസ്റ്റ് പ്രയോറിറ്റി ദൈവത്തിനെന്നാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആദ്യ പ്രയോറിറ്റി ദൈവത്തിന് കൊടുക്കുക, ദൈവത്തിന് വേണ്ടി ആദ്യം പ്രാധാന്യത കൊടുക്കുക, ദൈവിക കാര്യങ്ങൾക്ക് പ്രാധാന്യത കൊടുക്കുക, പ്രാർത്ഥനകൾക്കും ശുശ്രൂഷകൾക്കും പ്രാധാന്യത കൊടുക്കുക. അത് കഴിഞ്ഞ് മതി നിന്റെ ജോലി, അത് കഴിഞ്ഞ് മതി നിന്റെ വരുമാനം, അത് കഴിഞ്ഞ് മതി നിന്റെ ബിസിനസ്, അത് കഴിഞ്ഞ് മതി നിന്റെ മറ്റു കാര്യങ്ങൾ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവഭക്തി മുറുകെ പിടിച്ചുകൊണ്ട് ദൈവിക കാര്യങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യത കൊടുത്താൽ നിശ്ചയമായും നിന്റെ ഭക്തിയെ കണക്കിട്ടുകൊണ്ട് നിന്നെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ഹല്ലേലൂയ, ആമേൻ. കാരണം ഹന്ന പറഞ്ഞൊരു കാര്യമുണ്ട്, ആമേൻ, സ്തോത്രം. എനിക്ക് നീ ഒരു ആൺതലമുറയെ തന്നാൽ അവനെ ജീവപര്യന്തം ഈ ആലയത്തിലേക്ക് നേർന്നുകൊള്ളാം, തന്നുകൊള്ളാം. കാരണം എന്താ? അവൾക്ക് തലമുറയില്ല. ഒരു ആൺകുഞ്ഞിനെയും തന്നാൽ ഞാൻ കളിപ്പിച്ച് അവനെ കൊണ്ട് അങ്ങ് IAS ആക്കിക്കൊള്ളാം എന്നല്ല അവൾ പറഞ്ഞത്. നീ എനിക്ക് ഒരാൺ തലമുറയെ തന്നാൽ, എനിക്ക് വേറെ തലമുറകളില്ല, ഞാൻ ഇന്ന് വരെ പ്രസവിച്ചിട്ടുമില്ല, നീ എനിക്ക് ഒരാൺ തലമുറ തന്നാൽ നീ എനിക്ക് തന്നതിനെ ഞാൻ നിനക്ക് തന്നുകൊള്ളാം എന്ന് ഹന്ന പറഞ്ഞത്. ആമേൻ. അവൾക്ക് പിന്നീട് തലമുറ ഉണ്ടാകുമെന്നൊന്നും അവൾ ചിന്തിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ആമേൻ. ബാക്കി തലമുറകളൊക്കെ പുറകെ വന്നോളുമെന്ന് അവൾ കരുതിയിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷെ അവളുടെ ഡിറ്റർമിനേഷൻ, അവളുടെ ആ തീരുമാനം, അവളുടെ ആ ദൃഢത, അവളുടെ ആ ഉറപ്പ്, അവളുടെ ആ ചങ്കുററ്റം, ആമേൻ, അവൾ ഉറച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, നീ എനിക്കൊരാൺ തലമുറയെ തന്നാൽ ഞാൻ അവനെ ആലയത്തിലേക്ക് നേർന്നുകൊള്ളാമെന്ന്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതിലാരെങ്കിലും ദൈവിക വേലകൾക്ക് വേണ്ടി, ദൈവിക ശുശ്രൂഷകൾക്ക് വേണ്ടി സ്വന്തമായി കുടുംബമായി തലമുറകളൊക്കെ നേർന്നിട്ടിരിക്കുന്നവരുണ്ടോ? ഒരു കാര്യം ഞാൻ പറയാം, ദൈവത്തിന്റെ സന്നിധിയിൽ നേർച്ച നേർന്നാൽ അത് നിവർത്തിക്ക തന്നെ വേണം. നേർന്നിട്ട് അത് നിവർത്തിക്കാതെ ഇരിക്കുന്നതിനേക്കാൾ അത് നേരാതെ ഇരിക്കുന്നത് നന്ന് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ആകയാൽ നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ പറഞ്ഞ വാക്കുകൾ ഒരിക്കലും അബദ്ധവശാൽ വന്നു എന്ന് പിന്നീട് പറയാൻ സാധ്യമല്ല. ദൈവ സന്നിധിയിൽ പറഞ്ഞ കാര്യം, ഞാൻ പള്ളിക്ക് വേണ്ടി കൊടുത്തോളാം, ഞാൻ ആലയത്തിന് വേണ്ടി ചെയ്തോളാം, അല്ല ഞാൻ കുറച്ച് പണം മുടക്കിക്കൊള്ളാം, എന്താണോ നിങ്ങൾ പറഞ്ഞത്
നിങ്ങൾ പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടി പിശാച് നിങ്ങൾക്ക് ഞെരുക്കങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും തടസ്സങ്ങളും കൊണ്ടുവരും, സത്യം. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, എന്തെല്ലാം പ്രശ്നങ്ങളും നഷ്ടങ്ങളും വന്നാലും ശരി, നിങ്ങൾ ദൈവസന്നിധിയിൽ പറഞ്ഞ കാര്യം ഒരു മാറ്റവുമില്ലാതെ നിങ്ങൾ അത് ചെയ്യുവാനിടയായി തീരണം. ആമേൻ. അതിന്റെ കാരണം, നിങ്ങൾ അത് ചെയ്താൽ നിങ്ങൾക്ക് 100 മാർക്ക് കണക്കിടുന്ന സ്വർഗത്തിലൊരു ദൈവമുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ കഷ്ടത്തിലായിരിക്കാം, നിങ്ങളുടെ നഷ്ടത്തിലായിരിക്കാം, നിങ്ങൾക്കത് പരാജയത്തിലായിരിക്കാം, ഒന്നുമില്ലാത്ത ശൂന്യതകളിലായിരിക്കാം നിങ്ങൾ അത് ചെയ്യുന്നത്. പക്ഷെ ഇതെല്ലാം കണ്ട് കണക്കിട്ട് നിങ്ങളെ, നിങ്ങളുടെ തലമുറകളെ ആദരിക്കുന്ന ഒരു ദൈവം ആമൻ ഇന്ന് പകലും നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് ഇത് അബ്രഹാം വിളികെട്ട് വാഗ്ദത്തങ്ങളിലേക്ക് ഇറങ്ങിയതുപോലെ ആമൻ ചിലതിനെയെല്ലാം വിട്ടെറിഞ്ഞ്, പുറകിലേക്ക് വിട്ടെറിഞ്ഞുകൊണ്ട് വാഗ്ദത്തങ്ങളിലേക്ക് നടന്നു കയറുവാൻ ഇടയായി തീരണം. നാം ആരംഭത്തിൽ വായിച്ച കുറിവാക്യം ഇപ്രകാരമാണ്: ഇതാകുന്നു അവൻ നമുക്ക് നൽകി തന്ന വാഗ്ദത്തം, നിത്യജീവൻ തന്നെ എന്ന്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന അനവധി നിരവധി നന്മകളുണ്ട്, അവൻ ഉയർച്ചകളുണ്ട്, താഴ്ചകളുണ്ട്. എന്നാൽ ഇതിനേക്കാളും ഉപരിയായിട്ട് ദൈവം ഏവർക്കും നൽകിയിരിക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങളുടെ അതിശ്രേഷ്ഠമായ മഹത്വം എന്ന് പറയുന്നത് നിത്യജീവനാണ്. ആ നിത്യജീവനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറണം. എന്നെ കേൾക്കുന്നവരെ, ഇനി അധികകാലം ലോകം എങ്ങനെ പോകുമെന്നുള്ളത് നമുക്കറിയത്തില്ല. ഇതാ ലോകത്തിന്റെ ഗതിവിഗതികൾ മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ അനുദിനം നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഏതാ യുദ്ധങ്ങൾ ആരംഭിച്ചു തുടങ്ങിയിരിക്കുന്നു, ക്ഷാമങ്ങൾ ആമൻ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ നിങ്ങൾ ചോദിക്കും, ക്ഷാമമോ? എവിടെയാ പാസ്റ്ററെ ക്ഷാമം? ക്ഷാമം എന്ന് ഞാൻ പറയുമ്പോ, ഇന്ന് ഗ്യാസ് കിട്ടാൻ കഴിയാതെ അനവധി ഹോട്ടലുകൾ അടച്ചുപൂട്ടിയിരിക്കുന്നു. ഗ്യാസ് ലഭിക്കാൻ കഴിയാതെ വീടുകളും വീട്ടുകാർക്കും പ്രയാസങ്ങൾ പെട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇതെല്ലാം ക്ഷാമത്തിന്റെ ആരംഭം തന്നെയല്ലേ? ഇനി സാധനങ്ങൾക്ക് വില വർദ്ധിക്കും, ഇന്ധനങ്ങൾക്ക് വില വർദ്ധിക്കും, സകലത്തിനും വില വർദ്ധിക്കുമ്പോൾ സാധാരണക്കാരൻ എന്തായി തീരും? അവൻ ക്ഷാമങ്ങളിലേക്ക്, അവൻ ഞരക്കങ്ങളിലേക്ക്, ഞാൻ വളരെ ഇടുങ്ങുന്ന ഞെരുങ്ങുന്ന അവസ്ഥകളിലേക്ക് വരും. അത് തന്നെയാണ് ഏറ്റവും ഒടുവിൽ ക്ഷാമമായി തീർന്നു എന്ന് അവൻ പറയുന്നത്. എന്നെ കേൾക്കുന്നവരെ, ഇതാ യുദ്ധങ്ങൾ തുടങ്ങി, ക്ഷാമങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ വരവ് വാതിൽക്കലായിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു: ഇതാ മനുഷ്യപുത്രൻ വരുമ്പോ വിശ്വാസം കണ്ടെത്തുമോ? സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഒരു ദൂത് ഞാൻ കൈമാറി എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു തന്ന ദൈവിക വാഗ്ദത്തം എന്നത് നിത്യജീവനാണ്. അത് അമേരിക്കയല്ല. ഒന്നുകൂടി ഞാൻ ശ്രദ്ധിച്ചു പറയുന്നു, എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണമേ. അമേരിക്കയല്ല നിന്റെ വാഗ്ദത്തം, UK അല്ല നിന്റെ വാഗ്ദത്തം, ഓസ്ട്രേലിയയും യൂറോപ്യൻ കൺട്രീസോ ലക്ഷറി ലൈഫ് സ്റ്റൈലുകളോ നല്ല ജോലിയോ ബിസിനസ്സോ വരുമാനം സാമ്പത്തികം അല്ല നിന്റെ വാഗ്ദത്തം. അതൊക്കെ ദൈവം നിനക്ക് നൽകുന്നെങ്കിൽ സന്തോഷത്തോടെ സ്തോത്രം ചെയ്ത് വാങ്ങിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊള്ളുക. വാഗ്ദത്തം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ, അത് നിത്യജീവനാണ്. ആ നിത്യജീവനെ മുറുകെ പിടിച്ചുകൊണ്ട് വേണം പോകാൻ. ഇനി ഒന്നുകൂടി ഞാൻ പറയാം, നിത്യജീവനേക്കാളും വലിയൊരു വാഗ്ദത്തം ഈ ഭൂമിയിൽ ഇല്ല. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിത്യജീവനേക്കാളും വലുതല്ല നിന്റെ ജോലി, നിത്യജീവനേക്കാളും വലുതല്ല നിന്റെ സാലറി, നിത്യജീവനേക്കാളും വലുതല്ല നിന്റെ ബിസിനസ്, നിത്യജീവനേക്കാളും വലുതല്ല ഈ ലോകത്തിലുള്ള ഒന്നും തന്നെ. ആകയാൽ നിത്യജീവനെ മുറുകെ പിടിക്കണം. അതത്രേ നമ്മുടെ വാഗ്ദത്തം. അത് നിത്യമായി ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്തമാണ്. അങ്ങനെയെങ്കിൽ അബ്രഹാം ഇറങ്ങി പുറപ്പെട്ടതുപോലെ ഇതാ സ്തോത്രം സ്തോത്രം ബെർശേബ നെടുമ്പാട് വീണ് കരഞ്ഞു കിടന്ന് അവൻ തന്റെ തലമുറയ്ക്ക് വേണ്ടി സിംഹാസനം നേടിയെടുത്തതുപോലെ, കാലേബ് വീറും വാശിയോടുകൂടി അവൻ പ്രത്യേക ആത്മാവിനാൽ താനാം ഹെബ്രോൻ മല സ്വന്തമാക്കിയതുപോലെ അവൻ വാഗ്ദത്തം പ്രാപിച്ചെടുത്തിരിക്കുന്ന വിശ്വാസ വീരന്മാരെ പോലെ നാമും നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങളെ പ്രാപിച്ചെടുപ്പാൻ തയ്യാറായിക്കൊള്ളുക. ആകയാൽ ഈ ദിനങ്ങളിൽ ദൈവിക വാഗ്ദത്തങ്ങൾ പ്രാപിപ്പാൻ നിങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കണം. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്ക് നിങ്ങളുടെ വാഗുകൊണ്ട് വാഗ്ദത്തം പ്രാപിക്കാൻ കഴിയും. ആ ഒറ്റ വാക്കുകൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുക. മറ്റൊന്നും നിങ്ങൾ കഴിയുന്നില്ലെങ്കിലും, നിങ്ങൾക്ക് യാതൊരു പ്രാപ്തിയുമില്ലെങ്കിൽ, നിങ്ങൾക്ക് വെറുതെ ഇരുന്ന് നിങ്ങൾക്ക് ആ വാഗ്ദത്ത വാക്കുകളെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഒരു 3 നേരം പറയാമോ? നിങ്ങൾ പനിയായിട്ട് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഡോക്ടർ നിങ്ങൾക്ക് ഗുളിക എന്നിട്ട് പറയും, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഓരോ സ്പൂൺ വെച്ച് മരുന്ന് കഴിക്കണം, ഈ ഓരോ ടാബ്ലറ്റ് കഴിക്കണം. നിങ്ങൾ
കഴിക്കുന്നില്ലേ? ഞാൻ ചോദിക്കട്ടെ, പനിയുടെ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ പനി മാറുന്നില്ലേ? തലവേദനയുടെ ഗുളിക കഴിച്ചാൽ തലവേദന മാറുന്നില്ലേ? വയറ്റിളക്കത്തിന്റെ ഗുളിക കഴിച്ചാൽ വയറ്റിളക്കം മാറുന്നില്ലേ? അങ്ങനെ ചെറിയ 10 രൂപയുടെ ഗുളിക കഴിച്ചിട്ട് നിങ്ങളുടെ ശരീരത്തിന്റെ രോഗം മാറുന്നെങ്കിൽ, ജീവനും ചൈതന്യമുള്ള ദൈവത്തിന്റെ എന്നേക്കും നിലനിൽക്കുന്ന ശുദ്ധി ചെയ്ത ദൈവവചനം രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും നിങ്ങൾ ഉരുവിട്ട് പറഞ്ഞാൽ അത് സംഭവിക്കാതിരിക്കുമോ? ഹലോ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എത്ര പേർ വിശ്വസിക്കുന്നു? നിന്റെ വാഗ്ദത്തം ഒരിക്കലും അകന്നല്ല നിൽക്കുന്നത്. നിന്റെ വാഗ്ദത്തം നിന്റെ നാവിന്മേലിരിക്കുന്നു. ജീവനും മരണവും നിന്റെ നാവിന്മേലിരിക്കുന്നു. ദൈവവചനം പറയുന്ന പോലെ വാഗ്ദത്തം നിങ്ങളുടെ നാവിന്മേലിരിക്കുന്നു. അത് ഉച്ചരിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് പ്രാപിപ്പാൻ ദൈവം നിങ്ങൾക്ക് ഏവർക്കും കൃപ നൽകി താരുമാറാകട്ടെ എന്ന് പറഞ്ഞ് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ഇത്രത്തോളം സമയം അവൻ അനുവദിച്ചു തന്ന പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയെ രേഖപ്പെടുത്തുന്നു. ഈ വചനങ്ങളാൽ ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളെയും കുടുംബത്തെയും ശുശ്രൂഷകളെയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അവൻ അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.